ശ്രീ പ്രകാശ് ബാബു CPI അദ്ദേഹം നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ പ്രകാശ് ബാബു, വളരെ വിവാദമായൊരു പ്രസ്താവനയാണ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത്. ആദിവാസി വകുപ്പിന്റെ ചുമതല ഉന്നത കുലജാതർക്ക് നൽകണമെന്നത് എങ്ങനെ കാണുന്നു? സുരേഷ് ഗോപിയുടെ ആ പ്രസ്താവന കേന്ദ്രമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പദവിക്ക് ചേർന്നതല്ല എന്ന് മാത്രമല്ല, അത് ഭരണഘടനാ ലംഘനവുമാണ്. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മതപരമായ, വംശീയമായ, ജാതീയമായ, ലിംഗപരമായ വിവേചനങ്ങളൊന്നും പാടില്ല എന്നുള്ളതിന്റെ ലംഘനം കൂടിയാണ് സുരേഷ് ഗോപിയുടെ പ്രസ്താവന. അതുകൊണ്ട് ഭരണഘടനയാണ് യഥാർത്ഥത്തിൽ കേന്ദ്രമന്ത്രി ആക്ഷേപിച്ചിരിക്കുന്നത്. ഭരണഘടനയിലുള്ള അദ്ദേഹത്തിന്റെ അവഹേളനപരമായ ആ പരാമർശം അദ്ദേഹം തിരുത്തുകയും പിൻവലിക്കുകയും ചെയ്യണം. അല്ലെങ്കിൽ അദ്ദേഹത്തെ മന്ത്രിസഭയിൽ തുടരാൻ പാടില്ല എന്ന സമീപനം അദ്ദേഹത്തെ മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ടുള്ള തീരുമാനം കേന്ദ്ര മന്ത്രിസഭ എടുക്കണം, പ്രധാനമന്ത്രി എടുക്കണം. അത് അത്ര എളുപ്പമാണോ എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അദ്ദേഹം നടത്തിയിരിക്കുന്നത് കൃത്യമായി തികച്ചും ഭരണഘടനാ ലംഘനമാണ്. തീർച്ചയായിട്ടും അതിൽ ഈ ഗോത്ര വകുപ്പിന്റെ കാര്യം ഉന്നത കുലജാതർ നോക്കിയാൽ വലിയ മാറ്റം ഉണ്ടാകുമെന്നടക്കമുള്ള, അതും പ്രധാനമന്ത്രിയോട് ഇക്കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ടടക്കമുള്ള കാര്യങ്ങളാണ് സുരേഷ് ഗോപി പറയുന്നത്. അത് സുരേഷ് ഗോപി സ്വയം ഞാനൊരു ഉന്നത കുലജാതനാണെന്ന് പറയുകയും അത് തന്നെ ആക്ഷേപകരമല്ലേ? അദ്ദേഹം എന്നിട്ട് പറയുന്നത്, അതിന്റെ കൂടെ പറയുന്നത് ഞാൻ മാധ്യമങ്ങളിൽ കൂടി കേട്ടു, അദ്ദേഹം പറഞ്ഞത് ബ്രാഹ്മണരെയോ നായിഡുവിനെയോ ഏൽപ്പിക്കണമെന്ന്. അപ്പം പിന്നെന്തിനാ അദ്ദേഹം അത് ആഗ്രഹിക്കുന്നത്? അദ്ദേഹം ബ്രാഹ്മണനാണോ നായിഡു ആണോ? അദ്ദേഹം അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനാവണമെന്നൊരു ആഗ്രഹം പ്രകടിപ്പിച്ചതായിട്ട് നമുക്കൊക്കെ നേരത്തെയുള്ള അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായ പ്രകടനത്തിൽ നിന്നറിയാം. നിലവിൽ അത് രണ്ടുമല്ലല്ലോ. എന്നിട്ട് പറയുകയും ചെയ്തു എനിക്കത് ആഗ്രഹമുണ്ട്, ബ്രാഹ്മണനെയോ നായിഡുവിനെയോ ഏൽപ്പിക്കണമെന്ന് പറയുന്നു. ഇതൊക്കെ വിരോധാഭാസമില്ലേ? ഒരു സ്ഥലകാല ബോധമില്ലാതെ പറയുന്ന ഒരു പരാമർശമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ആ ഉന്നത കുലജാതർ എന്നുള്ള പരാമർശം, അതിനുള്ള അദ്ദേഹത്തിന്റെ അഭിപ്രായ പ്രകടനം, അത് ഭരണഘടനാ ലംഘനം തന്നെയാണ്. തീർച്ചയായിട്ടും. ഏതായാലും വളരെ നന്ദി ശ്രീ പ്രകാശ് ബാബു ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്.